ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി, രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, VP വിജീഷ്, H സലീം പ്രദീപ് എന്നിങ്ങനെയുള്ള 6 പ്രതികൾ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 6 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തുമ്പോൾ പൾസർ സുനിയാണ് കേസിലെ ഒന്നാമത്തെ പ്രതി, രണ്ടാമത്തെ പ്രതി മാർട്ടിൻ ആന്റണിയാണ്, ബി മണികണ്ഠൻ, VP വിജീഷ്, H സലീം പ്രദീപ് അടക്കമുള്ള കേസിലെ, അതായത് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികൾ കുറ്റക്കാരെ എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. 3000-ലധികം ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇരയ്ക്ക്, അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. വൈകിയെത്തിയ നീതിയെങ്കിലും നീതിപൂർവമായി തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ബലാത്സംഗത്തിന് ഈ 6 പേരും ഭാഗമായി എന്ന നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ വിധി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപട്ടികയിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ആണ് ഇപ്പോൾ കുറ്റക്കാർ എന്ന് കോടതി നിരീക്ഷിക്കുന്നത്. ഇവർക്ക് നേരെയാണ് ബലാത്സംഗം എന്ന കുറ്റം നിലനിൽക്കും എന്നുള്ളത്. ഇനി അറിയേണ്ടത് മറ്റേതൊക്കെ വകുപ്പുകൾ ഇവർക്ക് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായമായി തടങ്കലിൽ വെച്ചു, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ എന്നിവയുൾപ്പെടെയുള്ള കുറ്റങ്ങളും നിലനിൽക്കുമോ എന്നതാണ് അറിയേണ്ടത്. ഒരു തെളിവുമില്ലാതെ ഇത്രയും 8 വർഷം നമ്പിനാരായണന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ വേട്ടയുടെയും ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തി സത്യം ജയിച്ചു. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഈ നിമിഷം വരെ പലരും ദിലീപേട്ടനെ സ്നേഹിക്കുന്നവർ എല്ലാവരുടെയും മുമ്പിൽ പുള്ളിയെ ഒരു മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയ എല്ലാ വിഫല ശ്രമവും കാറ്റിൽ പറത്തിക്കൊണ്ട് ദിലീപേട്ടൻ ഏറ്റവും പ്രധാനപ്പെട്ട ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു എന്നുള്ളതാണ്. 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കുവാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നത്. 8ാം പ്രതിയായിട്ടുള്ള ദിലീപ് കുറ്റവിമുക്തൻ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് നിരീക്ഷിച്ച കോടതി ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന നിരീക്ഷണത്തിലേക്ക് എത്തിപ്പെടുന്നു. തെളിവുകളടക്കം പരിശോധിച്ച കോടതിക്ക് ദിലീപ് കുറ്റക്കാരനെന്ന് കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെതിരായ കുറ്റങ്ങൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ആയിരുന്നു ദിലീപിന് നേരെ ചുമത്തപ്പെട്ടിട്ടുള്ളത്. തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ദിലീപിന് നേരെ ചുമത്തപ്പെട്ടിരുന്നു. അശ്ലീല ചിത്രമെടുക്കാൻ നിർബന്ധിച്ചു, അത് പ്രചരിപ്പിക്കാനടക്കമുള്ള നീക്കങ്ങൾ നടത്തി, മാനഭംഗത്തിന് കൊട്ടേഷൻ നൽകി എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെതിരെ കേസെടുത്തിട്ടുള്ളത്. പക്ഷേ അങ്ങനെയുള്ള കേസ് നിലനിൽക്കില്ല എന്ന് ഇപ്പോൾ കോടതി